എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. മാർക്കറ്റിംഗ് ബ്രൗഷർ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലോകത്തെമ്പാടും മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് ബ്രൗഷർ. അതിപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അല്ലെങ്കിൽ ആ സ്ഥാപനം ഏത് ലെവലിൽ പൊസിഷൻ ചെയ്യപ്പെടുന്നതാണ് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ബ്രൗഷർ തന്നെ. കാരണം നമ്മളിപ്പോൾ പറയുന്നത് ഒരു ചെറുകിട സ്ഥാപനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ യൂസ് ചെയ്യുന്ന ബ്രൗഷർ ആകുമ്പോൾ അതിലൊരുപാട് ഏരിയകൾ കവർ ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ള വലിയ കോർപ്പറേറ്റ് ബ്രൗഷറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അത് വേറൊരു രീതിയിൽ നിന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓരോ കമ്പനികളും വളരെ ക്രിയേറ്റീവായിട്ടും ഇന്നോവേറ്റീവായിട്ടൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ് ബ്രൗഷർ. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ബ്രൗഷറിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം കോപ്പി റൈറ്റിംഗ് തന്നെയാണ്. നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇങ്ങനെയെങ്കിലും ബ്രൗഷറിൽ വിവരങ്ങൾ ഇട്ടാൽ പോരെയെന്ന്. അങ്ങനെയല്ല, ഇത് സ്കില്ലുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതിന് സ്കിൽഫുള്ളായിട്ടുള്ള ആളുകളെ തന്നെ വേണം. അത് ചിലപ്പോൾ അതിനെ ഏജൻസി ഏൽപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ അതിന് പറ്റുന്ന എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള കണ്ടൻറ്റുകൾ, നമ്മുടെ ഓർഗനൈസേഷനെ പറ്റി പറയുന്ന കോണ്ടൻറ്റ് എന്താണോ അത് വളരെ ഭംഗിയായിട്ട് ആളുകളിലേക്ക് വളരെ ക്രിസ്പായിട്ടും വളരെ ഒരു ക്രിയേറ്റീവായിട്ട് തോന്നുന്ന രൂപത്തിൽ കോപ്പി റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ആ കോപ്പി റൈറ്റിംഗ് എലമെൻറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ബ്രോഷർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ കാര്യം ഒരു 5 സെക്കൻഡ് പഞ്ച് ലൈനാണ്. നമ്മുടെ ബ്രോഷർ അഥവാ ഞാൻ പറയുന്ന ബ്രോഷർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു നോർമലി മാർക്കറ്റിംഗ് സ്റ്റാഫൊക്കെ പോകുമ്പോൾ അവരൊരു ക്ലയൻറ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5 സെക്കൻഡ് പഞ്ച് ലൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് തുടക്കം 1-2 സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ ആ ബ്രോഷർ ഒന്ന് നോക്കാൻ തോന്നണമെങ്കിൽ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ക്രിസ്പായിട്ടുള്ള വളരെ സ്വീറ്റായിട്ട് ആളുകൾക്ക് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്ന പോലത്തെ ഒരു പഞ്ച് ലൈൻ അതിൻ്റെ അകത്ത് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം ഓഫർ സൈഡ്. അതായത് നമ്മളിപ്പോൾ ഇത് സെയിൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രോഷർ ആകുമ്പോൾ അതിൽ ഓഫേഴ്സിൻ്റെ ഏരിയ അല്ലെങ്കിൽ സ്കീം എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്കീമിനെ പറ്റിയുള്ള വിവരങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ കാണിച്ചിരിക്കുക. നമ്മൾ സാധാരണ നമ്മുടെ അടുത്ത് വരുന്ന നോർമൽ ബ്രോഷർ അല്ലെങ്കിൽ ലീഫ്ലെറ്റുകളൊക്കെ കാണുമ്പോൾ 50% ഓഫ് 70% ഓഫ് എന്നൊക്കെ ഉള്ളത് സ്ട്രൈക്ക് ചെയ്ത് കാണും. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബ്രോഷറിൻ്റെ അത് നമുക്ക് എന്താണോ ഓഫർ ചെയ്യാനുള്ളത്, സ്കീമാണെങ്കിൽ ആ സ്കീമിനെ പറ്റിയുള്ള വിവരം വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. നാലാമത്തെ കാര്യം കമ്പനി പ്രൊഫൈലിൻ്റെ ഒരു ഏരിയ ആണ്. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു 1 പേജർ നോട്ടീസിൻ്റെ കാര്യമല്ല കേട്ടോ. ഒരു 3 to 4 പേജൊക്കെ ഉണ്ടാകുമ്പോഴാണ് കമ്പനിയുടെ പറ്റി ചെറിയൊരു പ്രൊഫൈൽ അതിലുണ്ടാവുക. എന്താണ് നമ്മുടെ കമ്പനി, അബൌട്ട് അവർ ബിസിനസ്, അല്ലെങ്കിൽ എന്തൊക്കെ അവാർഡ്സ് വിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ ടോപ്പ് കസ്റ്റമർ, എത്ര വർഷമായിട്ട് ബിസിനസ്സിലുണ്ട്, ആരൊക്കെയാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, മെമ്പേഴ്സ് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ പ്രത്യേക അംഗീകാരങ്ങൾ കിട്ടുന്നത് അതൊക്കെ കാണിക്കുന്ന ഒരു ഏരിയ. അഞ്ചാമത്തെ കാര്യം നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കൺവേ ചെയ്യപ്പെടുള്ളൂ. നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്താണ്, സേവനങ്ങൾ എന്താണെന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ അതിൽ കാണിച്ചിരിക്കുക. പ്രൊഡക്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടാവുക. പിന്നെ ആറാമത്തെ കാര്യം ടെസ്റ്റിമോണിയൽസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സർവീസ് ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നിലവിലുള്ള കസ്റ്റമർ നമ്മളെപ്പറ്റി പറയുന്നത് എന്താണ്, അവർക്ക് കിട്ടിയ ഫീൽ എന്താണ്, അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണ്, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നൊരു ഏരിയ ഉണ്ടാവുക. ഏഴാമത്തെ കാര്യം കോർ ടീം. നമ്മുടെ ബിസിനസ്സിൻ്റെ ടീം ആരാണ്, ആരാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്, അവരുടെ എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സ്, പേര്, റെഫറൻസ് വിവരങ്ങൾ, അവർക്ക് കിട്ടിയ അംഗീകാരങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെയുള്ളൊരു ഡീറ്റെയിലിംഗ് അതിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എട്ടാമത്തെ കാര്യം പ്രൈസിങ്. ഇത് സർവീസിനല്ല, ഇത് പ്രൊഡക്റ്റ് സൈഡിലേക്കാണ് ഇത് കുറച്ചും കൂടെ ആവശ്യം വരെ. ഇത് ആവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഏരിയ ആണ്. പ്രൈസിങ്ങിനെ പറ്റിയുള്ള വിവരങ്ങൾ, ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ആ പ്രൈസുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന വിലയ്ക്കാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നത് എന്നുള്ള ഒരു അറിവ് അതിലുണ്ടാവുക. ഒമ്പതാമത്തെ കാര്യം കമ്പാരിസൺ വിത്ത് കോമ്പറ്റീഷൻ. കമ്പാരിസൺ വിത്ത് കോമ്പറ്റീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രൈസിങ് ഡയറക്റ്റ്ലി പറയാമെന്നുള്ളത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഞങ്ങൾ 500 രൂപയ്ക്ക് ഉൽപ്പന്നം വയ്ക്കണമെന്ന് പറഞ്ഞാൽ കസ്റ്റമർ 500 രൂപയാണ് എന്ന് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. എന്നാൽ ഇത് കോമ്പറ്റീറ്റർക്ക് 700 രൂപയുള്ളൊരു സാധനം നമ്മൾ 500 രൂപയ്ക്ക് എന്ന് പറയുമ്പോഴാണ് ദ മൈൻഡ് വർക്ക്സ് ഇൻ കമ്പാരിസൺ എന്നാണ് മാർക്കറ്റിംഗ് എക്സ്പേർട്ടുകൾ പറയണത്. മൈൻഡ് എപ്പോഴും കമ്പാരിസണിലാണ് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ഇവിടെ ലാഭമുണ്ട്, നേട്ടമുണ്ട്, മൂല്യമുണ്ട് എന്നുള്ള ഫീല് കൊണ്ടുവരുന്ന രൂപത്തിലായിരിക്കണം അതിനെ പ്ലേസ് ചെയ്യപ്പെടേണ്ടത്. പത്താമത്തെ കാര്യം FAQs ആണ്, ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ്. സാധാരണഗതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കാൻ ഇടയുള്ള ചില കാര്യങ്ങളും കൂടെ ഇതിൽ ഉൾക്കൊള്ളിക്കുക ബ്രോഷറിൻ്റെ ഭാഗമായിട്ട്, മാർക്കറ്റിംഗ് ബ്രോഷറിൻ്റെ ഭാഗമായിട്ട്. ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ എനർജി കൺസപ്ഷനെ പറ്റി അറിയാം, അല്ലെങ്കിൽ അതിനൊരു AMC ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി, മെയിൻ്റനൻസ് കോൺട്രാക്റ്റിനെ പറ്റി ആയിരിക്കാം.
ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡൗട്ടുകളെ പറ്റി ഒരു 2-3 ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും, ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള FAQസിന് അതിൻ്റെ ലിങ്കുകളും സൈറ്റിൻ്റെ ഡീറ്റെയിൽസും വിവരങ്ങളും എല്ലാം കൊടുക്കുക. നമ്മളിവിടെ ഉദ്ദേശിച്ചത് നിങ്ങളിതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോർമലി നമ്മുടെ സ്ഥാപനങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബ്രോഷറിൻ്റെ അകത്ത് ഉണ്ടായിരിക്കേണ്ട കണ്ടൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ബ്രൗഷർ കുറച്ചും കൂടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആവും. കാരണം നമ്മൾ ഓരോ മാർക്കറ്റിംഗ് ബ്രൗഷർ ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള എഫേർട്ടും ടൈമും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് പണവും മുടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റേതായ റിട്ടേൺ കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ടീമിന് യൂസ് ചെയ്യാനും അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവഴി ഉദ്ദേശിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ്.